ഞങ്ങളുടെ പാർട്ടിയിലുള്ളവർ സ്വീകരിക്കേണ്ടുന്ന സമീപനം, നിലപാട്, അത് പെരുമാറ്റത്തിൽ, സംഭാഷണത്തിൽ ഇതെല്ലാം പാലിക്കേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള നിലപാടും മാർഗനിർദ്ദേശങ്ങളും നൽകിയിട്ടുള്ള ഒരു പാർട്ടിയാണ്. അത് ആ രൂപത്തിൽ, അത് അങ്ങനെ അല്ലാതെ വരുമ്പോൾ ചില പ്രയാസങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നുള്ളത് വിമർശനം വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ തിരുത്താൻ ബാധ്യസ്ഥരായിട്ടുള്ളവർ തിരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വ്യക്തിയോ പ്രസ്ഥാനമോ ഇല്ല, അപ്പോൾ തെറ്റുകൾ പറ്റുന്നുണ്ടാവാം. ആ പറ്റിയ തെറ്റെന്താണെന്നുള്ളത് പരിശോധിച്ച് തിരുത്തുക എന്നുള്ളതാണ് പാർട്ടി ആവശ്യം. എന്നോടൊപ്പം ഇപ്പോൾ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷ PK ശ്രീമതി ടീച്ചർ ചേരുകയാണ്. ഇപ്പോൾ ആശാ വർക്കർമാർക്ക് വേതനത്തിലുണ്ടായ വർധന, അത് മതിയായ വർധനയാണ് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഈ ഒരു ഇന്നലത്തെ ക്യാബിനറ്റിൻ്റെ തീരുമാനത്തിൽ 3000 രൂപ വർദ്ധിപ്പിച്ചു എന്നുള്ള തീരുമാനത്തെ സംബന്ധിച്ച് അന്ന് സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള അവരുടെ സംഘടനയുടെ ഭാരവാഹികൾ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ടത് 21,000 രൂപയാണ്. ഞങ്ങൾക്കന്ന് വാഗ്ദാനം നൽകിയതും 21,000 രൂപയാണ്. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് മന്ത്രിസഭാ യോഗം കൂടി, ഗവൺമെൻറ് വന്നു, മന്ത്രിസഭാ യോഗം ചേർന്നു. വളരെ പെട്ടെന്നെടുത്ത തീരുമാനം അവരോടൊപ്പം കേരളത്തിലെ മറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും ചെറിയ വർധനവ് കൊടുത്തു. അപ്പോൾ പൊതുവെ നോക്കുമ്പോൾ ആ തീരുമാനത്തെ കേരളത്തിലെ ജനങ്ങളും സ്വാഗതം ചെയ്യുക. പക്ഷേ അതിലൊരു കാര്യം അടങ്ങിയിട്ടുള്ളത് അവരുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. അത് ശക്തമാണ് താനും. ഞങ്ങൾ ആവശ്യപ്പെട്ട 21,000 രൂപ, അന്ന് പ്രതിപക്ഷത്തുള്ളവർ വാഗ്ദാനം ചെയ്തിട്ടുള്ള തുക, അത് ലഭിക്കുന്നത് വരെ ഞങ്ങൾ ശക്തമായിട്ടുള്ള സമരം തുടരും. ആ സമരം അവർ തുടരണം. മാത്രമല്ല, വാഗ്ദാനങ്ങൾ ലംഘിക്കുന്ന സ്ഥിതി ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ തീർച്ചയായിട്ടും പ്രതിഷേധം തന്നെയാണ് അതിന് പരിഹാരമാർഗം. പ്രതിഷേധിക്കണം. സമരം ന്യായമായിരുന്നെങ്കിൽ പ്രതിഷേധം ഇനിയും തുടരണം എന്നാണോ? അതെ, സമരം അന്ന് അവർ നടത്തിയത് ആവശ്യത്തിന് വേണ്ടിയാണ്. ഇപ്പോഴും അവർ പറഞ്ഞിട്ടുള്ളത് 21,000 രൂപയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അന്ന് അവർ ആ തുക അനുവദിക്കണമെന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചതും. ഇപ്പോൾ ഗവൺമെൻറ് വന്നു, വളരെ പെട്ടെന്ന് അനുവദിച്ചൊരു തുകയാണ് 3000. അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. അതേ സമയത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ട, ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള തുക എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇനിയും ഈ തരത്തിലുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെ, ഈ ആവശ്യം ഉയർത്തിക്കൊണ്ട് വലിയ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കും. ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, ഈ ആശാ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന് പറയുന്ന ആരോഗ്യ മേഖലയിൽ സ്തുത്യർഹമായി സേവനമനുഷ്ഠിക്കുന്ന ട്രെയിൻഡ് നേഴ്സസിനെ, ഇപ്പോൾ ട്രെയിൻഡ് ജീവനക്കാരാണ് അവർ. വളരെ നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആശാപ്രവർത്തകരാണ്. അവരെ സംബന്ധിച്ച് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് അവരർഹിക്കുന്ന വേതനം അവരാവശ്യപ്പെടുന്നത്, നമ്മളാരും പ്രതിഷേധിച്ചിട്ടോ ഒന്നുമല്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ അവസരത്തിനനുസരിച്ച് ചില സന്ദർഭങ്ങളിൽ ആവശ്യം ഉന്നയിക്കുമ്പോൾ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് കുറച്ചേ കൊടുക്കാൻ കഴിയുള്ളൂ. 1000 രൂപയിൽ നിന്നാണല്ലോ, ഞാൻ ഉള്ള സമയത്താണ് 500 രൂപ തുടങ്ങിയത്. ഇന്ത്യയിലെ മറ്റൊരു സ്റ്റേറ്റിലും ആശാ വർക്കർമാർക്ക് പ്രത്യേകമായി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരാനുകൂല്യം കൊടുത്തിരുന്നില്ല. അവർക്ക് കിട്ടിയിരുന്നത് ഇൻസെൻറ്റീവാണ്. ആ ഇൻസെൻറ്റീവ് കൊണ്ടാണ് അവർ കഴിഞ്ഞുവിടുന്നത്. അത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്കീമാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ. NRHM, ഇന്നിപ്പോൾ NHM. അപ്പോൾ അന്ന് 500 രൂപക്ക് തുടക്കം കുറിച്ചു. അന്ന് 500 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയാണ്, കാരണം 10-20 വർഷത്തിന് മുൻപാണ്. ആ 500 രൂപ പിന്നീട് വളരെ ശക്തമായിട്ടുള്ള ആവശ്യം ഉയർന്നു വന്നതിനെ തുടർന്ന് 5 കൊല്ലം കൊണ്ട് UDF ഗവൺമെൻറ് ഉയർത്തിയിട്ടുള്ളത് 1000 രൂപയായിട്ടാണ്. ഈ 1000 രൂപ എന്നത് യഥാർത്ഥത്തിൽ 10 കൊല്ലം കൊണ്ട് എത്രയായി? 9,000 രൂപയായി. അത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല, അവരും നിഷേധിക്കില്ല. ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർ അനുഭവിക്കുന്ന വിഷമതകൾ ഓർത്ത് ഒരുപക്ഷെ ശതമാനക്കണക്കിൽ നോക്കിയാൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം വർധനവ് കൊടുത്തിരിക്കുന്നത് അംഗൻവാടി, പ്രീ പ്രൈമറി, ഹെൽപ്പർ, വർക്കർ, അതുപോലെ ഉച്ചക്കഞ്ഞി പാചക തൊഴിലാളികൾ, ഇവരുടെ എല്ലാം എടുത്തു നോക്കിയാൽ ശതമാനക്കണക്കിൽ നോക്കുമ്പോൾ ഏറ്റവും വലിയ വർധനവിൻ്റെ കാര്യത്തിൽ അവർക്കാണ് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ തുക പര്യാപ്തമാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാൻ എനിക്കൊട്ടും സാധ്യമല്ല. ഇന്നത്തെ ഈ വിലവർധനവിൻ്റെയും മറ്റും ഏറ്റവും വലിയ ജീവിത പ്രയാസം നേരിടുന്ന ഒരു കാലഘട്ടമാണിത്. കാരണം രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന തികച്ചും തെറ്റായിട്ടുള്ള ജനവിരുദ്ധമായിട്ടുള്ള സമീപനം, അതിലൊന്ന് വിലക്കയറ്റം അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഈ കഴിഞ്ഞ ദിവസം
ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും പാചകവാതകത്തിൻ്റെയും വില വർദ്ധിപ്പിച്ചു. ഇപ്പോൾ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ്. ഈ രൂപത്തിൽ പോയാൽ സാധാരണക്കാരനും ഇടത്തരക്കാരന് പോലും എങ്ങനെയാണ് ജീവിക്കുക? ഇവരാണെങ്കിലോ ഏറ്റവും താഴ്ന്ന വരുമാനം വാങ്ങുന്നവരാണ് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്, നമ്മുടെ ആശാ സഹോദരിമാർ. അവരെ സംബന്ധിച്ച് അവർ ചെയ്യുന്ന പ്രവൃത്തി മഹത്തായ സേവനവുമാണ്. ടീച്ചർ, ഇതിലെ 21,000 കൂട്ടും എന്ന് പറഞ്ഞു, 21,000 കൂട്ടിയിട്ടില്ല. അപ്പോൾ 21,000 കൂട്ടാതെ വാക്ക് പാലിച്ചില്ല എന്നൊരു അഭിപ്രായമുണ്ടോ? ഇപ്പോൾ CPM നേതാക്കളൊക്കെ അതാ പറയുന്നത്. അല്ല, ഈ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിൻ്റെ ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ആ സന്ദർഭത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഇത് ഞങ്ങൾ പെട്ടെന്ന് എടുക്കുന്ന ഒരു തീരുമാനമാണ്. അതായത് വന്നു നടപ്പിലാക്കുന്നു. പക്ഷേ അദ്ദേഹം നൽകിയിട്ടുള്ള വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം നടപ്പിലാക്കണമെന്ന് അവരാവശ്യപ്പെടുന്നത് പോലെ ഈ കേരളത്തിനകത്ത് ശക്തമായിട്ട് ആവശ്യപ്പെടാൻ പ്രതിപക്ഷവും ഉണ്ട് എന്ന് ഓർക്കണം. കാരണം ആശമാരുടെ ഒരു വിഭാഗമാണെന്ന് സമരം ചെയ്തിട്ടുള്ളത്. മഹാഭൂരിപക്ഷം അന്നത്തെ 9,000 രൂപ കൊണ്ട് തൽക്കാലം തൃപ്തിപ്പെട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ ഇനി അതായിരിക്കില്ല. ഇപ്പം കഴിഞ്ഞ LDF സർക്കാർ 10 കൊല്ലം കൊണ്ട് ആദ്യത്തെ 5 വർഷം എത്ര വാഗ്ദാനങ്ങൾ നൽകിയോ ആ വാഗ്ദാനങ്ങൾ 100% നടപ്പിലാക്കി. രണ്ടാമത്തെ ഗവൺമെൻറ്റും വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നു. ഈ വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും നടപ്പിലാക്കുക എന്നത് ഏതൊരു ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെയും ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇന്നത്തെ സർക്കാർ, UDF സർക്കാർ, ശ്രീ സതീശൻ്റെ സർക്കാർ പിറകോട്ട് പോയാൽ തീർച്ചയായിട്ടും വാഗ്ദാനം പാലിക്കാത്ത സർക്കാരിനെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടം, പ്രതിഷേധം എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടാവും, ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ടീച്ചർ വളരെ യുക്തിസഹമായ മറുപടികൾ പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് കൂടി കൃത്യമായി ചോദിക്കുന്നു, ഈ ആശാ സമരത്തിൽ മുൻ സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ ചിലതിൽ പാളിച്ച വന്നുപോയി എന്ന ആത്മവിമർശനമുണ്ടോ? എനിക്ക് ആ വിമർശനമില്ല. കാരണം അംഗൻവാടി ജീവനക്കാർ 1975 മുതൽക്ക് തുടങ്ങിയിട്ടുള്ള സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്. അവരും രാവിലെ 5 മണി മുതൽ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പണിയെടുക്കുന്ന നമ്മുടെ സഹോദരിമാർ. അവർക്ക് ഇന്ത്യയിൽ പെൻഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള അന്നത്തെ ഞാൻ ആ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ആ സന്ദർഭത്തിൽ VS ഗവൺമെൻറ് കാലത്ത് ഇന്ത്യയിൽ അംഗൻവാടി ജീവനക്കാർക്ക് പെൻഷൻ അനുവദിച്ച ഒരേ ഒരു സ്റ്റേറ്റ് ആണ് കേരളം. ആ അംഗൻവാടി ജീവനക്കാർ ഇപ്പം എത്ര വർഷമായി കേരളത്തിലും ഇന്ത്യയിലും? അവർക്കാകെ കിട്ടുന്നത് എത്രയാണ്? പക്ഷെ അത് പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. അംഗൻവാടി ആ സമീപനത്തിൽ ഞാൻ സംബന്ധിച്ച് പറയാം. അവരന്ന് ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് 9,000 അവർക്ക് പെട്ടെന്നാണ് അത് കിട്ടിയത്. അന്നത്തെ ആരോഗ്യമന്ത്രി, ആദ്യത്തെ ഗവൺമെൻറ്റിൽ പിണറായി സർക്കാരിൽ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചർ വളരെ ശ്രമകരമായി തന്നെ വളരെ നന്നായിട്ടുള്ള പണിയെടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി തുക വർദ്ധിപ്പിച്ചു. ആ തുക വർദ്ധിപ്പിച്ചതിന് ശേഷം വീണ്ടും LDF സർക്കാർ വർദ്ധിപ്പിച്ചു. അങ്ങനെ 1000 എന്നുള്ളത് 10 കൊല്ലം കൊണ്ട് 9,000 രൂപയായി. അത് തീർച്ചയായിട്ടും ഞാൻ വളരെ പോസിറ്റീവായിട്ടും സന്തോഷത്തോടും കൂടിയാണ് കാണുന്നത്. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായി അവർക്ക് കിട്ടി, അല്ല അവർ അതിനെക്കൊണ്ട് തൃപ്തരാവണം എന്ന അർത്ഥം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടില്ല. ഇതിലൊരു അവസാന ചോദ്യം ചോദിക്കാനുള്ളത്, 21,000 രൂപ വേണമെന്ന് സമരം ചെയ്തവർ ഇപ്പോൾ പറയുന്നു ഈ 3,000-ൽ തൃപ്തരാണ്, ഇനി കൂട്ടിയാൽ മതി അവർ പറയാണ് ഇനി കൂട്ടിയാൽ മതി, അടുത്ത ഘട്ടങ്ങളിൽ കൂട്ടിയാൽ മതി എന്ന് അവർ സംതൃപ്തി പറയുന്നു. അതിലൊരു ഇരട്ടത്താപ്പുണ്ടോ? 1,000 രൂപയ്ക്ക് LDF സർക്കാർ കൂട്ടിയപ്പോൾ പ്രശ്നമാണ്, വീണ്ടും സമരം നടത്തുമെന്ന് പറഞ്ഞവർ ഇപ്പോൾ 3,000 കൂട്ടിയപ്പോൾ തൃപ്തിയാണെന്ന് പറയുന്നു, ഇനി കൂട്ടിയാൽ മതി എന്ന് പറയുന്നു. ഈ ആശാ സമരക്കാരുടെ നിലപാടിൽ ഇരട്ടത്താപ്പുണ്ടോ? അല്ല, ഞാനങ്ങനെ അവരെ കുറ്റപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. കാരണം ഞാൻ തന്നെ അന്നത്തെ കാലത്ത് നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ള സഹോദരിമാരാണ് കേരളത്തിൽ നിന്ന് വർക്ക് ചെയ്യുന്നത്. ഞാൻ തന്നെ സെലക്ട് ചെയ്തവരാണ്. ഒരു 4-5% മാത്രമേ അതിന് ശേഷം വന്നിട്ടുള്ളൂ. ആ സഹോദരിമാരെ ഞാൻ കുറ്റപ്പെടുത്താൻ ഒരിക്കലും തയ്യാറല്ല. മറിച്ച് അന്നവർ 9,000 രൂപ കിട്ടി, ഞങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ തൽക്കാലം അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും അടുത്ത കുറച്ച് നാൾ കൂടി കഴിഞ്ഞതിന് ശേഷം അവർ തുടർച്ചയായി സമരം ചെയ്തു. ആ സമരം ചെയ്ത് വളരെ ത്യാഗപൂർണ്ണമായ സമരം, അതിനൊന്നും സംശയമൊന്നുമില്ല. അവർ നടത്തിയ സമരം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ ഈ അന്നത്തെ ഗവൺമെൻറ്റിനെ ഒന്ന് പോർലേൽപ്പിക്കാൻ കഴിയുമോ എന്ന്
ഉദ്ദേശിച്ചുകൊണ്ടുള്ള ചിലരുണ്ടായിരുന്നു, ചില സംഘടനകളുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ പോലും ഞാൻ അവരെ കുറ്റം പറയാൻ തയ്യാറല്ല. അതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനകൾക്ക് ചില ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും അവർ പറയുന്നത് അങ്ങനെയല്ല. അവർ പറഞ്ഞു ഇപ്പം തൽക്കാലം ഞങ്ങൾക്കിത് കിട്ടി. അവർ വീണ്ടും പറയുന്നുണ്ട്. നമ്മളതിനെ ആ രൂപത്തിൽ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 3000 രൂപ ഇപ്പം ഞങ്ങൾക്ക് കിട്ടി. പക്ഷേ ഞങ്ങൾ 21,000 രൂപയാണ് ആവശ്യപ്പെട്ടത്. അത് തരാമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അത് ഘട്ടം ഘട്ടമായിട്ട് ഞങ്ങൾക്ക് അധികം വൈകാണ്ട് കിട്ടുമെന്ന പ്രതീക്ഷയാണുള്ളത്. ഞാനും ആ പ്രതീക്ഷയാണ്. അങ്ങനെ കൊടുക്കുന്നില്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞ് ഇതിനെ സംബന്ധിച്ച് തീരുമാനമാവുന്നില്ല, ഒരു കൊല്ലം കഴിഞ്ഞിട്ടും തീരുമാനമാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ സംഘടന എടുക്കുന്ന നിലപാട് അത് വളരെ ശരിയാണ്. അതിന് മാത്രമല്ല, വാഗ്ദാനം പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇനി മുതൽ കേരളത്തിൽ നിങ്ങളിത് കണ്ടോളൂ, ഇപ്പം നടക്കുന്നൊന്നായിരിക്കില്ല കളി ഇനി വരാൻ വേണ്ടി പോവാണ്. പിന്നെന്താ, വാഗ്ദാനം പാലിക്കാത്ത ഗവൺമെൻറ്റിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങളും ഉണ്ടാക്കും, ഞങ്ങൾ കൊണ്ടുവരും. പിന്നെ ഇതിൽ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, ഇന്നലെ കുറച്ച് കൃത്യമായ ഭാഷയിലായിരുന്നു ശ്രീമതി ടീച്ചർ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് CPM-നെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായൊരു ലജ്ജാകരമായൊരു തോൽവിയാണ് എന്ന് പറഞ്ഞു. അത് ആലോചിച്ചുറപ്പിച്ച് പറഞ്ഞത് തന്നെയാണ്. പിന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്രയേറെ ഞാൻ 2 കാര്യം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ള ഒരു ഗവൺമെൻറ്റിനെതിരെ ഇത്തരത്തിലൊരു വലിയൊരു ആഘാതം ഏൽപ്പിക്കാൻ ജനങ്ങൾക്ക് കഴിഞ്ഞു. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അങ്ങനെ വല്ലാത്ത വറീഡായിട്ടൊന്നുമില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് തോന്നുന്നത് വളരെയേറെ ഈ ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് സഹായം നൽകിയിട്ടും ഇത്തരത്തിലേറെ കേരളത്തിൽ വികസനം നടത്തിയിട്ടും റോഡ്, അതുപോലെ മറ്റ് പശ്ചാത്തല സൗകര്യങ്ങൾ ചോദിക്കുക, അത് ജനങ്ങളുടെ കുറ്റമാണോ ഇടതുപക്ഷത്തിന്റെ കുറ്റമാണോ? അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ തയ്യാറാണെന്നല്ലേ നമ്മുടെ നേതൃത്വം പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് എന്താണ്? തെറ്റുപറ്റാത്ത മനുഷ്യനുമില്ല, തെറ്റുപറ്റാത്ത സംഘടനയുമില്ല. തെറ്റുപറ്റിയിട്ടുണ്ടാവും, എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടാവും. അത് ഞങ്ങൾ ഇനി വരുന്ന സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്, ഇപ്പം ജില്ലാ കമ്മിറ്റികൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പലരും അവരുടെ അഭിപ്രായം പറയുന്നുണ്ട്. ആ എല്ലാ അഭിപ്രായങ്ങളും ഒരുപോലെ ശരിയാവണമെന്നില്ല. പക്ഷേ ആ അഭിപ്രായങ്ങൾ ചർച്ച ചെയ്തിട്ട് തീരുമാനത്തിലെത്തും. നമുക്ക് പറ്റിയിട്ടുള്ള തിരുത്തണം. ടീച്ചർ, മുതിർന്ന നേതാവ് നിലയ്ക്ക് ഞാൻ ചോദിക്കുക, പൊതുവിൽ ഉയർന്നു വരുന്ന അഭിപ്രായം ശൈലജ ടീച്ചറെ മട്ടന്നൂർ മത്സരിച്ച് ജയിച്ചുകൊണ്ടിരുന്ന ശൈലജ ടീച്ചറെ എന്തുകൊണ്ട് അവിടേക്ക് മാറ്റി സൈഡ് ലൈൻ ചെയ്തു എന്നുള്ള പൊതുവിൽ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും ജില്ലാ അംഗങ്ങൾ ഉയർത്തുകയാണ്. ഇല്ല, അത് കാര്യങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. കാരണം സഖാക്കൾ പിന്നെ മനസ്സിലാക്കിയിട്ടില്ല. കാരണം സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിന് മാത്രമേ അത് അറിയുള്ളൂ. കാരണം വന്നിട്ടുള്ള പേര് സക്കീർ ഹുസൈൻ്റെ ആയിരുന്നു. പക്ഷേ പിന്നീട് ചിലർക്കൊരു അഭിപ്രായം ഉണ്ടാവുമല്ലോ, മട്ടന്നൂരിൽ ശൈലജ ടീച്ചറെ മാത്രം അല്ലെങ്കിൽ അങ്ങനെ മാറ്റി നിർത്തുന്നു എന്ന് വരുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസം. അങ്ങനെ എന്തുകൊണ്ടാണെന്ന് എന്നാൽ പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് പേരാവൂർ ജയിക്കാത്ത മണ്ഡലമൊന്നുമല്ല, ഒരു പ്രാവശ്യം പേരാവൂരിൽ ജയിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു വോട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം തോറ്റത്. നമുക്ക് തീർച്ചയായിട്ടും അത് പിടിച്ചെടുക്കാൻ പറ്റുമെന്ന ഒരു നിലപാടാണ് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിനുണ്ടായിരുന്നത്. ആരും അതുകൊണ്ട് എതിർത്തില്ല. അല്ല, ശൈലജ ടീച്ചറുടെ എതിർപ്പല്ലല്ലോ പ്രശ്നം, ബാക്കിയുള്ളവർ പറയുന്നതിനനുസരിച്ചല്ലേ. ഈ മറ്റൊരു ഉയർന്നു വരുന്ന വിമർശനം, ശൈലജ ടീച്ചറുടെ കാര്യം പറഞ്ഞു, അതിൽ പ്രശ്നമില്ല, സഹാക്കൾ അത് മനസ്സിലാക്കണമെന്ന്. പൊതുവിൽ ജില്ലാ പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല, അതാണ് എൻ്റെ അഭിപ്രായം. അതായത് അല്ലല്ല, പേരാവൂരിലെ പരാജയത്തിന് അല്ലെങ്കിൽ പേരാവൂരിലെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവന്നത് എന്തോ പാർട്ടി ശൈലജയെ തകർക്കാനാണ്, പാർട്ടി ശൈലജയെ ചാവേറാക്കാനാണ് എന്ന ആ അഭിപ്രായം ഉയർത്തുന്നതിനോട് 1% പോലും യോജിപ്പ് എനിക്കില്ല. പാർട്ടി അതിൽ ഒരു കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായോ? അതിനെ സംബന്ധിച്ചാണ് ഇപ്പം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളതെല്ലാം പരിശോധിക്കുകയാണ്. അങ്ങനെ ഒരു പരിശോധിക്കേണ്ട ഒരു തിരുത്തൽ വേണ്ട കാര്യമാണെന്ന് തോന്നുന്നു. അല്ല, അതിനെ സംബന്ധിച്ച് നോക്കട്ടെ, ഇനി വരുന്ന സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നമ്മൾ ചർച്ച ഉണ്ടല്ലോ. ഇനി അവസാന ചോദ്യമാണ് ശ്രീമതി ടീച്ചറോട്. പൊതുവെ ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് ഉയർന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആക്ഷേപം, പ്രതിപക്ഷ നേതാവായി വീണ്ടും ഒരു പിണറായി തന്നെ വരണമോ എന്നുള്ള ചോദ്യമുണ്ട്. അങ്ങ് ശരിക്കും ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലുള്ളത് മഹിളാ അസോസിയേഷന്റെ നേതാവായതുകൊണ്ടാണ്. പക്ഷേ അങ്ങനെ മുഖ്യമന്ത്രി അങ്ങനെ ആരാ പറഞ്ഞത്? അങ്ങനെ ഒരു കോട്ടയിലാണ് കിട്ടിയതെന്നുള്ളതാണ് പുറത്ത്. അല്ല, മഹിളാ അസോസിയേഷൻ 75 വയസ്സ് കഴിഞ്ഞു. മഹിളാ അസോസിയേഷൻ എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രസ്ഥാനം തികച്ചും സ്വതന്ത്രമാണ്. CPIM-ന്റെ സെൻട്രൽ കമ്മിറ്റി അംഗമായിട്ടുള്ള എനിക്ക്
ഞാൻ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാനാണ് ഇഷ്ടപ്പെടുന്നുള്ളത്, ഞാൻ ഇതിൽ പ്രവർത്തിക്കുന്നു. അല്ലാണ്ട് മഹിളാ അസോസിയേഷൻ CPIM-ന്റെ ഒരു വാലായിട്ടോ അല്ലെങ്കിൽ അല്ല, പ്രായപരിധിയിൽ ഇളവ് തരുന്നത് അത് സെൻട്രൽ അവിടെ PB ആലോചിച്ചിട്ടാണ്. ആര് പറഞ്ഞു അത് ഞാൻ മഹിളാ അസോസിയേഷൻ്റെ അങ്ങനെയല്ല. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഉള്ള പ്രധാനപ്പെട്ട പ്രവർത്തകർ അല്ലെങ്കിൽ CCയിലുള്ളവർ, കേന്ദ്ര കമ്മിറ്റിയിലുള്ളവർ, അവർക്ക് തീരുമാനിക്കാം അവരെവിടെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. അല്ലാതെ മഹിളാ അസോസിയേഷൻ്റെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആയതുകൊണ്ട് എന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി എന്ന് പറയുന്ന ആ വാദം അങ്ങേയറ്റം അടിസ്ഥാനരഹിതമാണ്. ഇതിൽ പിണറായി വിജയൻ മുഖം മാറണം എന്ന അഭിപ്രായം പൊതുവിൽ ഉയർന്നു വരുന്നുണ്ട്. പരാജയത്തിന്റെ ഭാഗമല്ലേ എന്നുള്ളത്. അത് ഞങ്ങളുടെ മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ലേ ഇളവ് നൽകിയത് പ്രായപരിധിയിൽ? ഇപ്പൊ വീണ്ടും ഒരു ഭരണഘടനാ പദവിയിലേക്ക് എങ്ങനെ വരും? ഞങ്ങളുടെ പാർട്ടി ഇതിനു മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് ഒരു തൊഴിലാളി വർഗ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ പാർട്ടിയിലുള്ളവർ സ്വീകരിക്കേണ്ടുന്ന സമീപനം, നിലപാട്, അത് പെരുമാറ്റത്തിൽ, സംഭാഷണത്തിൽ, ഇതെല്ലാം പാലിക്കേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള നിലപാടും മാർഗനിർദ്ദേശങ്ങളും നൽകിയിട്ടുള്ള ഒരു പാർട്ടിയാണ്. അത് ആ രൂപത്തിൽ, അത് അങ്ങനെ അല്ലാതെ വരുമ്പോൾ ചില പ്രയാസങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നുള്ളത് വിമർശനം വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ തിരുത്താൻ ബാധ്യസ്ഥരായിട്ടുള്ളവർ തിരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് അങ്ങനെ ഒരു വിമർശനം വന്നാൽ തിരുത്തുക എന്ന് പറഞ്ഞാൽ ആ സ്ഥാനം ഉപേക്ഷിക്കുക എന്നുള്ളത് അങ്ങനെയല്ല. തെറ്റ് തിരുത്തുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ തകർക്കുക എന്നല്ല. തെറ്റ് മനസ്സിലാക്കുക, ഭാവിയിൽ അത് തിരുത്താൻ ശ്രമിക്കുക. എൻ്റെ ഭാഗത്തുനിന്നൊരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി പ്രവർത്തകർ എന്നെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് സ്വയം തന്നെ ആലോചിക്കും, എൻ്റെ ഭാഗത്തുള്ള തെറ്റാണല്ലോ അത്, ആ തെറ്റ് ഞാൻ തിരുത്തണ്ടേ, ആ തെറ്റ് സ്വയം തിരുത്തും. പിണറായി എന്ന നേതാവും തിരുത്തണം. അല്ല, അങ്ങനെ ആ രൂപത്തിൽ എനിക്ക് പറയാൻ മാത്രം ഞാൻ ആളല്ല. കാരണം ഇതെല്ലാം ഒരു കമ്മിറ്റിയാണ് തീരുമാനിക്കുക, ഒരു വ്യക്തിയല്ല. ഞാൻ ഇന്നൊരു വ്യക്തിക്ക് ഒരിക്കലും അത് ആ രൂപത്തിൽ പറയാൻ അവകാശമില്ല. വ്യക്തി എന്നുള്ള നിലയിൽ അല്ല. എല്ലാവരെ സംബന്ധിച്ചും പാർട്ടി കമ്മിറ്റിയിൽ തീരുമാനമെടുക്കും. ആ തീരുമാനത്തിന് വിധേയമായിട്ട് ഞാനായാലും പാർട്ടി ജനറൽ സെക്രട്ടറി ആയാലും ഈ പാർട്ടിയിൽ പാർട്ടി മെമ്പർ ആയാലും ഒരുപോലെയാണ് അവകാശം. അതിൽ ഒരു വ്യക്തി എന്ത് ചെയ്യണമെന്ന് പറയാൻ ഒരിക്കലും അങ്ങനെ ഒരു ചോദ്യം തന്നെ അപ്രസക്തമാണ്. ഇപ്പം ഇത്രയും നമ്മൾ സംസാരിച്ചതിൽ അവസാനം ഒന്നുകൂടി ഞാൻ ചോദിക്കുകയാണ്, തെറ്റുകൾ പലതും പറ്റിയിട്ടുണ്ടാകാം എന്ന് തെറ്റുകൾ പറ്റാത്ത വ്യക്തിയോ പ്രസ്ഥാനമോ ഇല്ല. അപ്പോൾ തെറ്റുകൾ പറ്റുന്നുണ്ടാവാം. ആ പറ്റിയ തെറ്റെന്താണെന്നുള്ളത് പരിശോധിച്ച് തിരുത്തുക എന്നുള്ളതാണ് പാർട്ടി.